നിങ്ങൾ കോമ്പറ്റീഷൻ എക്സാം ഒക്കെ എഴുതുമ്പോൾ സ്കൂളത്തെ എക്സാം ഉണ്ടാവില്ല. കാരണം നമ്മൾ വളരെ കുറച്ചുകൂടി ഡീപ്പ് ആൻഡ് സ്ട്രോങ് ആയിട്ട് തിയറി പഠിച്ചെങ്കിലേ ഈ ക്വസ്റ്റിന് ആൻസർ കിട്ടുള്ളൂ അല്ലേ. അതുകൊണ്ട് നമ്മൾ സ്കൂളത്തെ എക്സാം ഒക്കെ ഓട്ടോമാറ്റിക്കലി എന്താകും, വളരെ ഈസി ആയിട്ട് മാറും. അതാണ് ഫൗണ്ടേഷൻ കോഴ്സിലെ സ്റ്റുഡൻസിനൊക്കെ സംഭവിക്കുന്നത്. അവർ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാടെണ്ണം നല്ല ടഫുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സാമായിട്ട് ഫൗണ്ടേഷൻ സ്റ്റുഡൻസ് ചെയ്യുന്നുണ്ട്. ഓൾറെഡി കോഴ്സായിട്ട് 1 ഇയർ കോഴ്സായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഇയറിലേക്കുള്ള അതിന് അഡ്മിഷൻ കാര്യങ്ങളൊക്കെ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ ചാനലിൽ നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലുള്ള കോമ്പറ്റീഷൻ എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള സംവിധാനങ്ങളെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. NSMC പോലുള്ള എക്സാംസ് ഒക്കെ എഴുതുമ്പോഴാണ് നമുക്ക് തന്നെ മനസ്സിലാവുക, നമ്മൾ കേരളത്തിലെ അല്ലെങ്കിൽ ഓൾ ഇന്ത്യ ലെവലിൽ ഒരുപാട് ആയിരക്കണക്കിന് കുട്ടികളുമായിട്ട് കോമ്പീറ്റ് ചെയ്യുമ്പോൾ എത്രയാണ് നമ്മുടെ റാങ്ക് എന്ന് ചെയ്യാൻ പറ്റും, ഒരു സെൽഫ് റിയലൈസേഷൻ നമുക്ക് നടത്താൻ പറ്റും. അതുവഴി ഏതൊക്കെ ടോപ്പിക്കാണ് നമുക്ക് സ്ട്രോങ് ആവേണ്ടത്, ഏത് സബ്ജക്റ്റാണ് വീക്ക് എന്നൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, കറക്റ്റായിട്ട് വാച്ച് ചെയ്യാനും അത് ഒബ്സർവ് ചെയ്യാനും അതിനനുസരിച്ച് നമുക്ക് ഫ്യൂച്ചറിൽ ഏത് കോഴ്സ് സെലക്ട് ചെയ്യണം എന്നൊക്കെ എന്ത് ചെയ്യും, ഒരു ഐഡിയ നമുക്ക് കിട്ടും.